ഇറാഖിനെ ആക്രമിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിൽ അതിനെതിരായ പ്രതിഷേധ പ്രകടനം നടന്നിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പടിഞ്ഞാറ് ലോകം, അമേരിക്ക, യൂറോപ്പ് മൊത്തം ആ ആക്രമണത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ഒരു പൊതുവായ അന്തരീക്ഷം അങ്ങനെയായിരുന്നു. ഇന്നത് നേരെ തിരിച്ചാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് എവിടെയാണ് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഒരു പബ്ലിക് ഡിസ്കോഴ്സ് എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ എവിടെയില്ല. അന്ന് മാധ്യമങ്ങൾ അതിനെ സമീപിച്ച് ജോൺ പിൽച്ചർ എന്ന് പറഞ്ഞ വിഖ്യാതനായ ഒരു ഡോക്യുമെൻ്ററി മേക്കറുണ്ട്, ഓസ്ട്രേലിയൻ അദ്ദേഹത്തിൻ്റെ ദ വാർ യു ഡോണ്ട് സീ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമുണ്ട്. അത് ശരിക്കും കാണേണ്ട ഒരു ഫിലിം, പ്രത്യേകിച്ച് മാധ്യമ വിദ്യാർത്ഥികൾ കാണേണ്ട ഒരു ഫിലിമാണത്. എങ്ങനെയാണ് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ അമേരിക്കൻ മാധ്യമങ്ങൾ, അതിൽ തന്നെ ലിബറൽ പ്രോഗ്രസീവ് മാധ്യമങ്ങൾ വരെ ഈ ഇറാഖ് അധിനിവേശത്തെ സാധ്യമാക്കിയത് എന്നതിനെക്കുറിച്ചുള്ള അതിഗംഭീരമായുള്ള ഡോക്യുമെൻറ്റേഷനാണ്. അതുമായിട്ട് ഇന്നത്തെ ഒരു അവസ്ഥയെ കമ്പയർ ചെയ്യുമ്പം അതിന് നേർ വിപരീത ദിശയിലാണ് നമുക്ക് കാണാൻ പറ്റും. ഈവൻ പിയേഴ്സ് മോർഗനെ പോലുള്ള ഇസ്രായേലിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് വാദിച്ചുകൊണ്ടിരുന്ന ഏറ്റവും പോപ്പുലറായുള്ള ഒരു ആങ്കറാണല്ലോ പിയേഴ്സ് മോർഗൻ എന്ന് പറഞ്ഞാൽ, അവർ വരെ മാറ്റിപ്പിടിച്ചു കഴിഞ്ഞു. കാര്യങ്ങൾ നമ്മളിതുവരെ പറഞ്ഞതുപോലെയല്ല, ഈ ചങ്ങായിമാർ ചുമ്മാ നുണ പറഞ്ഞ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന വികാരം വെസ്റ്റേൺ ഇൻഫ്ലുവൻസേഴ്സായുള്ള ആളുകൾ, പടിഞ്ഞാറൻ ചെറുപ്പക്കാർക്ക് അവർ ഇസ്രായേൽ നേരത്തെ തള്ളിക്കഴിഞ്ഞു. ഈ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒപ്പീനിയൻ മേക്കേഴ്സായിട്ടുള്ള ഗവൺമെൻറ് എക്സിക്യൂട്ടീവ്സൊക്കെ ആയിട്ടുള്ള ആളുകൾക്കിടയിൽ പോലും ഈ ചിന്ത വളരുകയാണ്, ഈവൻ അമേരിക്കൻ എക്സ്റ്റാബ്ലിഷ്മെൻറ്റിൽ പോലും. അതുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ഓരോ ഡയലോഗ് അടിക്കുക എന്നുള്ളതല്ല, അത് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഒരാഴ്ച തരുന്നു, അല്ല 2 ആഴ്ച തരുന്നു, പിന്നെ ഗോ സ്മാഷ് എന്നൊക്കെ ഇടയ്ക്ക് പറയും. പക്ഷെ അതേ ആൾ തന്നെ നെഗോഷിയേഷനെ കുറിച്ച് പറയും. ഇന്ന് അൽ ജസീറയിൽ പിന്നെ ഒരു ഇറാനിയൻ എക്സ്പേർട്ടിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അവരുടെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. ഒരു ലേഡിയാണ്, അവരതിൽ പറയുന്നത് വെച്ചാൽ ഈ ആങ്കർ ചോദിക്കുകയാണ് നെഗോഷിയേഷനെ കുറിച്ച്, ആ ഒരു ഡിപ്ലോമാറ്റിക് ലൈൻ അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അവർ പറയണ ഒരു മെൻ്റലി നോർമൽ അല്ലാത്ത ഒരാളായിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ഒരു ഡിപ്ലോമാറ്റിക് ഡിസ്കഷന് പോവുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അവസ്ഥ ഇതിലൊരു ഡിപ്ലോമാറ്റിക് റോൾ എടുക്കാനും പറ്റുന്നില്ല, ഒരു മിലിറ്ററി റോൾ എടുക്കാനും പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ് മിലിറ്ററി റോൾ എടുക്കാൻ പറ്റാത്തത്? അവിടെ ദേ ആർ ഡിവൈഡഡ് ഹൗസ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇതിനെതിരാണ്, JD വാൻസ് ഇതിനെതിരാണ്. ഈ ഏടാകൂടത്തിന് പോയി തല വെച്ച് കൊടുക്കരുതെന്ന് ശക്തമായ അഭിപ്രായം പുള്ളിക്കുന്നുണ്ട്. ഈ റിപ്പബ്ലിക്കൻ ക്യാമ്പിലെ അഭിപ്രായമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ 2003 നിന്ന് ഈ 2025 അത്രയും സഞ്ചരിക്കുവാൻ ലോകത്തിന് സാധിച്ചു എന്നുള്ളത് സന്തോഷകരമായുള്ള കാര്യമാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ, ശാക്തിക ഘടനയിൽ പതിയെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റമാണ്. ആ ഒരു മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്ന കാര്യം കൂടിയാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടികൾ. ഇറാൻ ഇപ്പം ഇന്ത്യയിലെ ഈ മിത്രങ്ങളല്ലാതെ, സംഘീ പ്രൊഫൈലുകളല്ലാതെ ലോകത്ത് കാര്യങ്ങൾ കാണുന്ന എല്ലാവരും സമ്മതിച്ചു കഴിഞ്ഞു. ഇറാൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത് അത് പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. ഇത് ഇസ്രായേൽ പ്രതീക്ഷിച്ചതല്ല, അമേരിക്ക പ്രതീക്ഷിച്ചതല്ല, ലോകം തന്നെയും പ്രതീക്ഷിച്ചതല്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഈ സർപ്രൈസ് അറ്റാക്ക് ഉണ്ടല്ലോ, ഇവരുടെ കേണൽസിനെയും മിലിറ്ററി ലീഡർഷിപ്പിനെയൊക്കെ കൊന്നുകളഞ്ഞത് ഇറാൻ തകർന്നു പോയി, അല്ലെങ്കിൽ ഇറാൻ സ്തംഭിച്ചു പോയി എന്ന് കരുതിയവരാണ് ഈവൻ ഇറാൻ അനുകൂലിക്കുന്ന ആളുകൾ പോലും. പക്ഷേ വിതിൻ ഡേയ്സ് ഇറാൻ ആ ഒരു സംഗതി തിരിച്ചു പിടിക്കുന്നതും അവർ ശക്തമായ പ്രത്യാക്രമണം നടത്തുന്നതാണ് നമുക്ക് കാണുന്നത്. എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ അവർ അനുഭവിച്ചിട്ടില്ലാത്ത, അവർ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യങ്ങൾ അവരുടെ തെരുവുകളിൽ സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നുള്ള അമേരിക്കൻ മിലിറ്ററി എക്സ്പേർട്സ് പോലും ടെലിവിഷനിൽ വന്ന് പറയുന്നു. അത് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് കട്ടായം പറഞ്ഞ് അർമാദിക്കുന്ന ഒരു കൂട്ടരേ ലോകത്തുള്ളൂ, അത് നമ്മുടെ നാട്ടിലെ മിത്രങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു ഡിപ്ലോമാറ്റിക് ലെവലിലാണെങ്കിലും, ഒരു പബ്ലിക് പെർസെപ്ഷൻ്റെ ലെവലിലാണെങ്കിലും, ആൻഡ് മിലിറ്ററി ലെവലിലാണെങ്കിലും ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. ആ ഷിഫ്റ്റ് അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇറാൻ ഇസ്രായേൽ ഈ ഫേസ് ഓഫിനെ നമ്മൾ കാണേണ്ടത്. അത് ഒരു പുതിയൊരു ലോകക്രമത്തിലേക്ക്, വേറൊരു ലോക സംവിധാനത്തിലേക്കുള്ള ഒരു അതിൻ്റെ എന്താണ് ഒരു എൻട്രി പോയിൻ്റ് ആയിട്ടാണ് ഞാൻ ഈ സംഭവത്തെ, ഈ പുതിയ സംഗതിയെ കാണുന്നത്.